ഏയ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അപ്ലോഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അപ്ലോഡ് ചെയ്തോളൂ. ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ പഠിച്ചോളൂ. യാതൊരു കുഴപ്പവുമില്ല. പഠനം എപ്പോഴും നല്ലതാണ്, അല്ലേ? നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പുതിയ പുതിയ റിസർച്ചുകൾ, അല്ലേ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ പഠിച്ചോളൂ. യാതൊരു സംശയവുമില്ല, നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യണം. പുതുതലമുറയിൽ നമ്മൾ ഒരു പൊട്ടന്മാരായി നമ്മൾ മാറി നിൽക്കരുത്. എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ റീൽസ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമ്പോഴും അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ചെയ്യുമ്പോഴും അതുപോലെ മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നമ്മുടെ വീഡിയോസും ഫോട്ടോസും കണ്ട് ചില ആളുകൾ ഇമ്പോസിൽ വരും. ഇമ്പോസിൽ വന്ന് എന്ത് ചെയ്യും? പിക്ക് വളരെ ഭംഗിയാണ്, വീഡിയോസ് വളരെ ഭംഗിയാണ്, നിങ്ങളെക്കൊണ്ട് എങ്ങനെ ഇത് സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സുഖിപ്പിച്ചുകൊണ്ട് ചില മെസ്സേജസുകൾ നിങ്ങൾക്ക് വരും. ആ സമയത്ത് നിങ്ങൾ അവരുടെ വാക്കുകൾക്ക് കീഴ്പ്പെട്ട് അവരോട് നിങ്ങൾ കൂടുതൽ സംസാരിച്ച് കൂടുതൽ അടുക്കാൻ നിങ്ങൾ നിൽക്കുകയാണോ? അരുത്. അത് നിങ്ങൾക്ക് ആപത്തായിരിക്കും നൽകുക. മനസ്സിലായോ? പുതിയ കണ്ടെത്തലുകളും റീൽസിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തോളൂ. യാതൊരു മുൻപരിചയമില്ലാത്ത, നിങ്ങൾക്ക് യാതൊരു വിധത്തിലും നേരിട്ടോ അല്ലാതെയോ അഡ്രസ്സ് അറിയാത്ത ഒരു വ്യക്തിയോട് സോഷ്യൽ മീഡിയ വഴി ഒരു വ്യക്തിയോട് നിങ്ങൾ ഇമ്പോസിൽ വന്ന് ചാറ്റിംഗ് തുടങ്ങുമ്പോൾ ആ വ്യക്തി നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറയും. ആ കള്ളങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ മാനസിക പിരിമുറുക്കത്തിലായിരിക്കാം, മറ്റെന്തെങ്കിലും ടെൻഷനിലായിരിക്കാം. അതുമൂലം നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടും, പുതിയ സൗഹൃദം കിട്ടും. ആ സൗഹൃദം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. പിന്നെ അവരില്ലാതെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയില്ല. സാധിക്കുമോ? അല്ലേ? എൻ്റെ വാക്കുകൾ കേൾക്കുന്നവരെന്നെ ഒരുവിധം ആളുകൾ, ഒരു പക്ഷേ എല്ലാവരുമല്ല, ചിലരെങ്കിലും ഇതിൽ എന്താ പറയുക കീഴ്പ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചിന്തിക്കണം. അവരുടെ എന്താ പറയുക രാവിലെ ആയിക്കഴിഞ്ഞാലും രാത്രി ആയിക്കഴിഞ്ഞാലും പകലായി കഴിഞ്ഞാലും ഏത് നിമിഷവും നമ്മുടെ മനസ്സിൽ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത അവരുടെ മുഖവും അല്ലെങ്കിൽ അവരുടെ വാക്കുകളും മാത്രമായിരിക്കും. നമുക്ക് നമ്മുടെ വാക്കുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിനോ, അല്ലേ, നമ്മുടെ മുഖം നമ്മൾ ഒന്ന് കണ്ണാടിയിൽ പോലും പോയി നോക്കില്ലായിരിക്കാം, അല്ലേ? പക്ഷെ അവരുടെ മുഖം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്, അല്ലേ? എന്തിനാണ്? നമുക്ക് യാതൊരു മുൻപരിചയമില്ലാത്ത, നമുക്ക് യാതൊരു വിധത്തിലും ഒന്നും നേടിത്തരാൻ പറ്റാത്ത ചില ആളുകളെ നമ്മൾ ഓർത്തു വയ്ക്കുന്നു. അവരെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിരിക്കുന്നു. ഫുള്ള് ശ്രദ്ധ അവരിലേക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തിൽ എന്ത് ഗുണമാണ് ഉണ്ടായിരിക്കുന്നത്? പക്ഷേ ഈ ഒരു സൗഹൃദം വളരെ വലുതായി അതൊരു പ്രണയത്തിലേക്ക് വരുന്നു. അതൊരു വലിയ ആഴത്തിലേക്ക്, ഒരു അടുപ്പത്തിലേക്ക് വരുന്നു. പക്ഷേ ഈ ഒരു അടുപ്പം നിങ്ങളുടെ സന്തോഷം കെടുത്തുകയുള്ളൂ, തല്ലിക്കെടുത്തുകയുള്ളൂ. അതായത് നിങ്ങൾക്ക് താൽക്കാലിക സുഖവും താൽക്കാലിക സന്തോഷവും ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയേക്കാം. പക്ഷേ അത് എന്നും നിലനിൽക്കില്ല. ആ ഒരു വ്യക്തി മയക്കുമരുന്നിൻ്റെ അടിമയായിരിക്കാം, ആ ഒരു വ്യക്തി ക്രിമിനലായിരിക്കാം, ആ ഒരു വ്യക്തി മറ്റെന്തെങ്കിലും രീതിയിലുള്ള എന്താ പറയുക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തിക്ക് നിങ്ങൾ മാത്രമല്ല, ഒരുപാട് കാമുകിമാർ ഉണ്ടായിരിക്കാം, ഒരുപാട് കാമുകന്മാർ ഉണ്ടായിരിക്കാം. ഒരുപാട് സ്ത്രീകളോട് ഇതേ സ്വഭാവം അവൻ കാട്ടുന്നൊരു വ്യക്തിയായേക്കാം. പക്ഷെ നിങ്ങളോട് കള്ളം മാത്രം പറയുകയാണ്. എന്ത്? എനിക്ക് നീ മാത്രമുള്ളൂ എന്നുള്ളത്. ഒരു പക്ഷേ അവരോടുള്ള അമിതമായ വിശ്വാസം കാരണം നിങ്ങളത് വിശ്വസിച്ചു പോകും. എന്താണ്? ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്, ചില ആളുകൾക്കെങ്കിലും ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു. യാതൊരു മുൻപരിചയമില്ലാത്ത സോഷ്യൽ മീഡിയ റീൽസ് കണ്ട് ഇഷ്ടപ്പെട്ട് ചാറ്റിങ്ങിലൂടെ തുടങ്ങി അതൊരു പ്രണയത്തിലേക്ക് വന്ന്, ആഴത്തുള്ള പ്രണയം വന്ന് വീട്ടിൽ വിളിച്ചു വരുത്തി അതൊരു അല്ലേ, ഒരു കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നത് ഒരു സമൂഹത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, അല്ലേ? ആളുകളെല്ലാവരും സോഷ്യൽ മീഡിയയുടെ പിറകെ, പ്രണയത്തിൻ്റെ പിറകെ, വഞ്ചനയുടെ പിറകെ, കാപഢ്യത്തിൻ്റെ പിറകെ, ചതിയുടെ പുറകെ ഒക്കെ എന്താ പറയുക വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.
എത്ര പറഞ്ഞാലും ആളുകൾ പഠിക്കില്ല അല്ലേ? പഠിക്കുന്നവരുണ്ടായിരിക്കും, ജീവിതം കൊണ്ട് ഉണ്ടായ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും അല്ലേ? ജീവിതത്തിൽ അനുഭവം ഉണ്ടായ ആളുകളൊന്നും ഇത് അത്ര വലിയ കാര്യമായിട്ടൊന്നും രംഗത്തേക്ക് വരില്ല. കാരണം എന്താണെന്നറിയോ? അത്രയ്ക്കും അവർ പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അധികം ചതിയിലേക്കോ വഞ്ചനയിലേക്കോ അല്ലെങ്കിൽ കാപട്യത്തിൻ്റെ മുഖത്തേക്കൊന്നും നിങ്ങൾ എത്തിപ്പെടാതെ അവരുടെ ചതിയിൽ പെടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അതുകൊണ്ട് ഇത്തരം മെസ്സേജുകളും ഇൻബോക്സിൽ വന്ന് ഹായ് കൂയി എന്നൊക്കെ പറയുന്ന സമയത്ത് അതിലേക്ക് മൈൻഡ് ചെയ്യാതിരിക്കുക, പറ്റുമെങ്കിൽ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കുക. അവരുടെ ചില എന്താ പറയുക നല്ല സംസാരം മൂലം നിങ്ങൾ അവരോട് സംസാരിച്ച് വരുമ്പോൾ അറിയാതെ നിങ്ങൾക്ക് എന്താ പറയുക അവരുടെ എന്താ പറയുക മോഹിപ്പിക്കുന്ന അത് ത്രസിപ്പിക്കുന്ന വാക്കുകളിൽ നിങ്ങൾ അറിയാതെ അങ്ങ് വീണ് പോകും. ആ ഒരു വീഴ്ചയാണ് നിങ്ങളുടെ ജീവിതാവസാനം വരെ കരയിപ്പിക്കുന്ന എന്താ പറയുക വളരെയധികം ദുരന്തങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ജീവിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ? അതുകൊണ്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും വിധേന ചതിയിലേക്ക് പോകുന്ന ചില ആളുകളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പക്ഷേ ഒരു പിന്മാറ്റം അല്ലെങ്കിൽ ചെറിയൊരു കാര്യമെങ്കിലും അവർക്ക് തോന്നുകയാണ്, എനിക്കൊന്ന് പിന്മാറണം തോന്നുകയാണെങ്കിൽ അവർ പിന്മാറട്ടെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.